കറാച്ചിയിൽ നടത്തിയ റാലിയിൽ വീണ്ടും ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കി ഭീകര സംഘടനയിലെ നേതാക്കൾ രംഗത്ത്. ഡൽഹിക്ക് മുകളിലൂടെ പാകിസ്ഥാന്റെ പതാക പാറിപ്പറക്കുമെന്നും അള്ളാഹുവിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കുന്ന സൈന്യമാണ് തങ്ങളുടേതെന്നും ഇവർ പറയുന്നു. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ സൈന്യവും ഭീകര സംഘടനകളും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധത്തെ കൂടെയാണ് ഇവിടെ ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കുന്നതും. ഈ ഭീകര നേതാക്കൾ പാകിസ്ഥാന്റെ ദുഷ്പ്രവൃത്തിയെ വെള്ളപൂശി ദേവദൂതന്മാരാക്കിക്കൊണ്ട് മഹത്വൽക്കരിക്കാനാണ് ശ്രമം നടത്തുന്നതും. കറാച്ചിയിൽ നടന്ന ദിഫാഇ വദൻ കൗൺസിലിന്റെ സമ്മേളനത്തിലാണ് അവർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നതും. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ ബിനിയാൻ മർസൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യക്കെതിരായ ആക്രമണ ശ്രമത്തെ മഹത്വൽക്കരിക്കുവാനും പാക് സൈന്യത്തെ പ്രശംസിക്കുവാനുമാണ് ഭീകര സംഘടനാ നേതാക്കൾ ഒത്തുചേർന്നതും. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കറാച്ചിയിൽ നടന്ന സമ്മേളനത്തിൽ ലഷ്കർ-ഇ തോയ്ബ, അഹ്ൽ-ഇ സുന്നത്ത് വാൾ ജമാഅത്ത് എന്നിങ്ങനെ നിരോധിച്ചതും വിവാദപരവുമായ ഗ്രൂപ്പുകളിലെ തീവ്ര പുരോഹിതന്മാരും നേതാക്കളും ഒത്തുകൂടുകയാണ് ചെയ്തത്. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത തീവ്ര മതപ്രഭാഷകനായ മുഫ്തി തരീഖ് മസൂദ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടപടികളെ പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നതും. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സൈന്യത്തെ മതപരമായ സൈന്യമെന്നും രാജ്യദ്രോഹികളായവർ ഈ സൈന്യത്തെ മതേതര സൈന്യമെന്നും വിളിക്കുന്നു. ഈ യുദ്ധം ജനിച്ചതിനു ശേഷം നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. രക്തസാക്ഷിത്വത്തിനായുള്ള അഭിനിവേശമുള്ള അള്ളാഹുവിന്റെ പേരിൽ മതത്തിന്റെയും ഇസ്ലാമിന്റെയും പേരിൽ ജീവൻ ബലിയർപ്പിക്കുന്ന ഓരോ സൈന്യമാണിത്. ജമാഅത്ത് ഉലമ ഇസ്ലാം ജനറൽ സെക്രട്ടറി അൽമ റാഷിദ് മുഹമ്മദ് സുംറോ ഇന്ത്യയെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം റഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ടതായും റഷ്യയിൽ നിർമ്മിച്ച S-400 വ്യോമ സംവിധാനം നശിപ്പിച്ചതായും റാഷിദ് വീമ്പിളക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്റെ നേതാവ് മൗലാന ഫസുൽ റഹ്മാൻ ലാഹോറിലെ മീനാർ-ഇ പാകിസ്ഥാനിൽ നിന്ന് മോദിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് മോദിയോട് പറഞ്ഞു. ഡൽഹിക്ക് മുകളിൽ പാകിസ്ഥാന്റെ പതാക ഉയർത്തുവാനും ഞങ്ങൾ മടിക്കില്ല എന്നാണ് ഈ നേതാവ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നതും. അതേസമയം ഇന്ത്യ തകർത്ത ഭീകരരുടെ ഒളിത്താവളങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ടി പണം വാരിയെറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. മസൂർ അസറിന് 14 കോടി രൂപ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടിപ്പോൾ ലോകത്തെയും ഒപ്പം തന്നെ ഇന്ത്യയും ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ നശിപ്പിക്കപ്പെട്ട ഭീകരരുടെ ഒളിത്താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള നീക്കവുമായി പാകിസ്ഥാൻ സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്നും പരിക്കേറ്റവർക്ക് 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ പാകിസ്ഥാൻ രൂപ നൽകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തോടു കൂടി തന്നെ തീവ്രവാദ സംഘടനകൾക്കും ഭീകരർക്കും അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ പാകിസ്ഥാൻ തയ്യാറാകുമെന്ന യാഥാർത്ഥ്യം ലോകത്തിന് മുഴുവൻ തുറന്നു കാട്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. തീവ്രവാദികൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അവരുടെ ഒളിത്താവളങ്ങൾ പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്, അതായത് ഫേസ്ബുക്കിലൂടെയാണ് ഒരു നീണ്ട പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ 9 തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചിരുന്നു. ഇതിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബ, അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ഭീകര ക്യാമ്പുകളും ഉൾപ്പെട്ടിരുന്നു. ഈ ഭീകര കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതും. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ 14 തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ പാകിസ്ഥാൻ സർക്കാർ മസൂദിന്റെ കുടുംബത്തിന് 14 കോടി രൂപ നഷ്ടപരിഹാരം നൽകും. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും അവരുടെ കുട്ടികളെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നും സർക്കാർ ഈ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നുമാണ് പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് പറയുന്നതും. അതേപോലെ തന്നെ പരിക്കേറ്റ എല്ലാവരുടെയും ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറയുന്ന ആളുകളെല്ലാം തന്നെ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത തീവ്രവാദികൾ തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.